ഈ ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് തലസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് കടന്നു പോകാൻ നമുക്കിപ്പോൾ കാണാം. ഒരു രേഖാചിത്രം കാണാം. ഇതൊരു ഗൂഗിൾ ഇമേജ് കൂടിയാണ്. KSRTC സെൻട്രൽ സ്റ്റേഷൻ അവിടെ നിന്നും അതായത് 150 മീറ്റർ നീളത്തിൽ ആ തുരങ്കം അത് കടന്നു പോവുകയാണ്. തൊട്ടിപ്പുറത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായ സ്ഥലം അതാണ് നമ്മൾ മഞ്ഞ ഭാഗത്തായിട്ട് പ്രേക്ഷകർക്ക് അത് വായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആമയിഴഞ്ചൻ തോട്ടിൽ ജോയിയെ കാണാതായത് ജോയി ഇന്നലെ രാവിലെ 11 മണിക്ക് വീണുപോയ സ്ഥലമാണ് നമ്മൾ കാണുന്നത്. തൊട്ടിപ്പുറത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 5 പ്ലാറ്റ്ഫോമുകളുള്ള സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ കാണുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിലെ ഓരോ ഭാഗത്തും മാൻഹോൾ തുറന്നുകൊണ്ടുള്ള പരിശോധനയാണ്. നേരത്തെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടു. നേരത്തെയും ഇന്നലെയും ഒക്കെ അവിടെയാണ് പരിശോധന നടക്കുന്നത്. പക്ഷേ ഇതിനുള്ളിൽ കൂടെ ഈ ഓടയുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുക, മൻഹോളിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുക എന്നുള്ളത് തീർത്തും ദുഷ്കരമാണ്. ഇത്രയും സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ തുരങ്കത്തിനുള്ളിൽ ഈ നാട്ടിലെ മാലിന്യമാകെയുമുണ്ട്. അതിൽ മനുഷ്യന്റെ വിസർജ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഇതിനകത്തുണ്ട്. അതിലൂടെ വേണം രക്ഷാദൗത്യത്തിനാണെങ്കിലും രക്ഷാപ്രവർത്തകരാണെങ്കിലും ഇതിനുള്ളിൽ കൂടെ ഇറങ്ങിപ്പോകാനായിട്ട്. നിലവിലിപ്പോൾ 1 മുതൽ 3ാമത്തെ പ്ലാറ്റ്ഫോം വരെ 40 മീറ്ററോളം ദൂരത്തിലാണ് തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജോയി കാണാതെ പോയി, അതായത് അദ്ദേഹത്തെ കാണാതെ പോയിട്ടുള്ള ആ ഭാഗത്തും കുറച്ചു ദൂരം നമ്മൾ നേരത്തെയും കണ്ടു. 40 മീറ്ററോളം വരെയൊക്കെയും അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത് മുന്നോട്ട് പോകാനാകുന്നില്ല. അത്രമേൽ മാലിന്യം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഓടയുടെ ആകെ നീളം അത് 150 മീറ്ററാണ് ഇപ്പോൾ